സോ ഗൈസ് ആകാശ് ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ് ഞാൻ ഇപ്പം വിളിച്ചു പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആകാശ് എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്പോട്ടിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്നതൊക്കെ ഊളത്തരം, ഇവൻ്റെ ഈ കുണച്ച സംസാരം കേൾക്കാൻ വയ്യ എന്ന് പറയുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ എൻ്റെ ചാനലിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാവുന്നതാണ്. അല്ലെങ്കിൽ ആകാശ് ചേട്ടൻ്റെ ചാനൽ കിടുക്കാച്ച് ഡപ്ലോച്ച് അടിപൊളി ചാനൽ, ആകാശിനെ പറഞ്ഞതൊക്കെ കിടിലാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ടക്കടക്കടക്കണമെന്ന് വരും. സോ ഗൈസ് ലൈവ് അപ്ഡേറ്റ് ആണ്. വെള്ളിയാഴ്ച അവസാനിക്കാവുന്ന വോട്ടിംഗ് 2 ദിവസം നീട്ടിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് അവസാനിക്കുന്നത്. സോ ഗൈസ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ എല്ലാവരും കമൻറ്റ് ഇടുക, ലാലേട്ട ഹാപ്പി ബർത്ത്ഡേ ടു ലാലേട്ട. സോ അങ്ങനെ അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ അതിനകത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഇഷ്ട മത്സരാർത്ഥികൾ എല്ലാവർക്കും തന്നെ നിങ്ങളെല്ലാവരും വോട്ടിടുക. ടോപ്പ് 5 ആരൊക്കെ വരുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ട് ഇട്ടതെന്നുകൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നിന്നവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല വോട്ടിംഗ് മയമൊക്കെ മാറിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ളൊരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ബിഗ് ബോസ് വലിയ രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. കാര്യം ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഇത് നോക്കിയപ്പം 18-25 വയസ്സിനകത്തുള്ളവരാണ് ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നത്. സോ ഗൈസ് അങ്ങനെ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം. കാര്യം ഇനിയിപ്പം ഹോട്ട്സ്റ്റാർ 2 ദിവസം കൂടെ ഇടാൻ സമയമുണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യേണ്ടതാണ്, മസ്റ്റ് ഷെയർ ചെയ്യേണ്ടതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യൂ. ആകാശിൻ്റെ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. ആകാശിട്ട എന്താണ് ആകാശിയുടെ സുഖമൊക്കെ ആണെന്ന് വെച്ചാൽ അപ്പം നിർപ്പളായിരുന്നു മക്കളെ ആൾക്കാർ വേണം. സോ ഗൈസ് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക. 2ാം സ്ഥാനമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. 2ാം സ്ഥാനം വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ആരാ, ജാസു മണിയാണ്. സോ ഗൈസ് 2ാം സ്ഥാനം 5 ലക്ഷം വോട്ടായിരുന്നു ജാസ്മിന്. ഞാൻ ഇപ്പോഴും പറയുന്നു ജാസ്മിൻ്റെ ഈ 2ാം സ്ഥാനം എന്നുള്ളത് വേണമെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് ആക്കാം. കാര്യം 5 ലക്ഷം സംതിങ് കുറച്ച് വ്യതിയാനത്തിലാണ് ജിൻഡോ എന്ന വ്യക്തി ഫസ്റ്റ് നിൽക്കുന്നത്. ജിൻഡോയാണ് ഫസ്റ്റ് നിൽക്കുന്നത്, വേറെ ആരുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ജിൻഡോയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. 3-4 ദിവസമായിട്ട് ജാസ്മിൻ ഫസ്റ്റ് നിന്ന് ഇപ്പോൾ കണ്ടിന്യൂ ഫുൾ ജിൻഡോയാണ്. സോ ജാസ്മിൻ ഫാൻസ് ആരൊക്കെ ഉണ്ട്? ഹൗ മെനി ജാസ്മിൻ ഫാൻസ്? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജാസ്മിന് കയറി വരാൻ വേണ്ടി നിങ്ങളുടെ ഓരോ കമൻറ്റിലൂടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പം വരുന്നവർ കമൻറ്റ് ചെയ്യും. സോ ഗേസ് ജാസ്മിൻ ഫാൻസ് കമൻറ്റ് ചെയ്യുക. കമൺ ജാസ്മിൻ ഫാൻസ് എല്ലാവരും തന്നെ വരേണ്ടതാണ്. സോ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അടുത്താരാണ്? കമണ്ട മോനെ. സോ ഗേസ് അടുത്ത് ഞാൻ പറയുന്നത് മുടിയനെയാണ്. മുടിയൻ ഇപ്പോൾ 7ാം സ്ഥാനമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് മുടിയൻ സേഫ് അല്ല. സോ ഗൈസ് ഈ ആഴ്ച എങ്ങനെ പോയാലും 3 പേരൊക്കെ പോകും, യാതൊരു മാറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ദിവസങ്ങൾ കഴിയുന്നതോറും ആൾക്കാരെ കുറയ്ക്കാനേ നോക്കുള്ളൂ, കൂട്ടാൻ നോക്കില്ല. മുടിയൻ 7ാം സ്ഥാനം 2,55,345 വോട്ടാണ്. മുടിയൻ ഫാൻസ് എല്ലാവരും വന്ന് ഷെയർ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് മുടിയൻ്റെ ഉപ്പുമുളകുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സ്റ്റോറി ചെയ്യേ വേണ്ട. മുടിയൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഹോട്ട്സ്റ്റാറിന് ഇട്ട് കഴിഞ്ഞാൽ മുടിയൻ ഒരുപാട് വോട്ട് കിട്ടാവുന്നതായിരിക്കും. കൂടാതെ മുടിയൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ഗൈസ് ഇനി 2 ദിവസം ബാക്കിയുണ്ട്. മുടിയനെ നമുക്ക് നിർത്താൻ പറ്റും. 3 പേരാണ് ഈ ആഴ്ച പോകുന്നതാണ് ഞാൻ അറിഞ്ഞത്. കാര്യം ദിവസം കഴിയുന്നതോറും ആൾക്കാർ എണ്ണം കുറയും. നെക്സ്റ്റ് വേണം മോനെ. നെക്സ്റ്റ് ആരാണ്? സോ നെക്സ്റ്റ് വേറെ ആരുമില്ല, അർജുനാണ്. അർജുനാണ്. അർജുൻ നല്ല താഴെയായിരുന്നു. 6ാം സ്ഥാനത്ത് നിന്ന് അർജുനായിരുന്നു. ഇപ്പോൾ അർജുൻ 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു കോംബോ പിരിഞ്ഞതോടെ തന്നെ അർജുൻ ഒരുപാട് പോസിറ്റീവായിട്ടാണ് മാറിയിരിക്കുന്നത്. ശ്രീധുവിന് പക്ഷേ അത് നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം അർജുൻ്റെ ഒരു പരിശുദ്ധമായ പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. അത് പക്ഷേ ശ്രീധു കാണുന്നില്ല. ഇത് യഥാർത്ഥ ഗെയിം ചേഞ്ചർ വേറെ ആരുമല്ല, ശ്രീധുവിൻ്റെ അമ്മയാണ്. ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ അർജുൻ മിണ്ടുന്നില്ല, അർജുൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, അർജുൻ മിണ്ടാൻ പോകുമ്പോൾ പോലും. സോ അങ്ങനെ അർജുൻ ഇപ്പോൾ മുന്നേറുന്നുണ്ട്. അർജുൻ ജാസ്മിൻ ഒരു കോംബോ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ കോംബോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അർജുൻ ജാസ്മിൻ കോംബോ നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ, അടിപൊളി കോംബോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കിടുക്കാച്ചി കോംബോ. സോ നെക്സ്റ്റ് ഇന്നലെ അപ്സരയുടെ അമ്മയും അതുപോലെ ചേട്ടനാണ് ഭർത്താവാണ് വന്നത്. പുള്ളിക്കാരവിടെ കള്ളനൊക്കെ ഓടുന്നുണ്ട്. ഞാൻ കരുതി ആരെങ്കിലും തലയിൽ വല്ല കല്ലൊക്കെ മാറി തറ അടിച്ചിടുന്നു. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരെ ഓടുന്നുണ്ട്, അതിൻ്റെ കള്ളനെ പോലെയാണ് ഓടുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ പ്രതിരോധിക്കാം. കള്ളം വന്നെന്ന് പറഞ്ഞ് നമുക്ക് നല്ല കമ്പ മാറി അടിക്കുക. അങ്ങനെ ആരും അടിച്ചില്ല, ഭാഗ്യം. സോ ഗൈസ് ഇന്നലെ അപ്സരയുടെ ഫാമിലിയാണ് വന്നത്. സോ അപ്സര നല്ല പിന്നോട്ടാണ്. 6ാം സ്ഥാനമാണ്. 2,87,890 വോട്ടാണ്. അപ്സര ഫാൻസ്, സാന്ത്വനം ടീം എല്ലാവരും ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കണ്ടായിരുന്നു. ഇവർ കണ്ടിന്യൂസ് സ്റ്റോറി ഇടുന്നുണ്ട്. ഈ സ്റ്റോറി ഇടുന്നതിനനുസരിച്ചാണ് ഈ വോട്ട് കൂടുന്നത്. സോ ഗൈസ് അപ്സര ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെക്കുറിച്ചൊക്കെ എഴുതിയിടാം കേട്ടാലേ. ഓക്കെ. സോ ഗൈസ് നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് വേറെ ആരല്ല, അപ്സര സാന്ത്വനം 2 എന്തായാലും വരുന്നുണ്ട്. എന്തായാലും അപ്സര ബിഗ് ബോസിൽ നിന്ന് പോയാൽ പോലും പുള്ളിക്കാരി നേരെ സാന്ത്വനം 2 പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നെക്സ്റ്റ് ആര്? അൻസിബയായിരിക്കും. യെസ്, അൻസിബയാണ് 8ാം സ്ഥാനത്തേക്കാണ്. വെരി ഡേഞ്ചർ സോണാണ് അൻസിബ എന്ന് പറയുന്നത്. അൻസിബയ്ക്ക് നിൽക്കുക ആഗ്രഹമില്ലെന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പിടിച്ച് നിർത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.
എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം നിൽക്കാൻ ആഗ്രഹമില്ലാത്തവർ നിന്നിട്ട് കാര്യമില്ലടേ. ഇത് പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു കിടക്കാച്ചി ഗെയിമാണ്. സോ 8ാം സ്ഥാനം 2,22,345 ഓട്ടാണ് അൻസിബ. അൻസിബ ഏത് നിമിഷം വേണമെങ്കിൽ ഇപ്പോൾ 3 പേര് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ അൻസിബ ഒന്നായിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോൾ അൻസിബയ്ക്കും അതുപോലെ തന്നെ വേറൊരു പുള്ളിക്കാർ ഏറ്റവും അവസാനം നിൽക്കുന്നവർ പരസ്പരം നല്ല വോട്ട് വ്യതിയാനം ഉണ്ടെങ്കിൽ അൻസിബയെ പറഞ്ഞു വിടും. ഇപ്പോൾ നല്ല ഒരു ലീഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ച് നിർത്തുള്ളൂ. സോ ഇപ്പോഴും പറയുന്നത് നല്ല വോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ച് നിർത്തുള്ളൂ, ഇല്ലെങ്കിൽ പറഞ്ഞു വിടുന്നതായിരിക്കും. കാര്യം ജനങ്ങളുടെ തീരുമാനമാണ്, ജനങ്ങൾ പറയുന്നു. സോ ഗേസ് നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് 5ാം സ്ഥാനം ശ്രീധുവാണ് ഗേസ്. 2,85,235 വോട്ടാണ്. ശ്രീധു നേരത്തെ 3ാം സ്ഥാനത്തൊക്കെ നിന്ന് ശ്രീധുവിനെ നല്ല രീതിയിൽ പിന്തള്ളിക്കൊണ്ടിരിക്കുന്നു. ശ്രീധുവിന് ഫുൾ നെഗറ്റീവാണ് അടിക്കുന്നത്. ശ്രീധു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശ്രീധുവിൻ്റെ അമ്മയുടെ ഒരൊറ്റ ഗെയിം ചേഞ്ചിങ് കാരണം ശ്രീധു എന്ന വ്യക്തി ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ശ്രീധു എന്ന വ്യക്തിയെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്ന് വേണം കാണാൻ. അമ്മയറിയത് സീരിയൽ പാർട്ട് 2 ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരി ഏതോ തമിഴ് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരി അമ്മയൊക്കെ വന്ന് പറഞ്ഞത്. സോ ഗേസ് ശ്രീധുവിനെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിപ്പാ വന്ന് ലൈക്ക് പോടുറാ. ശ്രീധു ഫാൻസറാ ഡേ, തമിഴ് അണ്ണ വാങ്ങണ്ട ഡേ. അതുപോലെ ശ്രീധു ചെന്നൈയിലായതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് പോയാലും പെട്ടെന്ന് വീട്ടിൽ കയറാൻ എളുപ്പമാണ്. തൊട്ടടുത്ത് എന്നെ വീടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 1,85,779 തൊട്ടാണ് റസ്മിൻ. ഏറ്റവും അവസാനം റസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ ചില ഗെയിമിങ്ങളൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് തന്നെ റസ്മിൻ ഒരു മോട്ടിവേറ്ററാണ്. പലരുടെ വിഷമങ്ങൾ കേൾക്കാനും പലരുടെ വിഷമങ്ങൾ പറയാനും റസ്മിനും അടുത്ത് പോകുന്നു. പക്ഷേ റസ്മിൻ്റെ വിഷമം കേൾക്കാൻ മാത്രം ആരുമില്ല. ജനങ്ങളുമില്ലേ റസ്മിനെ പറഞ്ഞു വിടാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? ജനങ്ങളുമില്ല റസ്മിൻ്റെ വിഷമം കേൾക്കാൻ. സോ റസ്മിൻ്റെ തിരിച്ചു വരവിനായി ജനങ്ങൾ കാത്തിരിക്കുന്നു. 2 ദിവസം കൊണ്ട് റസ്മിൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ റസ്മിനെ നമുക്ക് ഈ ആഴ്ച തന്നെ പറഞ്ഞു വിടാവുന്നതാണ്. സോ ഗേസ്, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് ഞാൻ ഇപ്പോഴും പറയും. നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആർക്കാണ് വോട്ടിട്ടെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, എൻ്റെ ജാസു മോക്കാണ് ഞാൻ ഇട്ടത്. ഞാൻ ഇന്നിട്ട ജാസുവിനായിരുന്നു, ഇന്നലെ ഇട്ട ജിൻഡോക്കാണ്. നാളെ ഞാൻ മിക്കവാറും അഭിഷേകിനിടും. നാളെ അഭിഷേകിനുണ്ട്. ഞാൻ അങ്ങനെ ഓരോ ആഴ്ചയിൽ എല്ലാവർക്കും ഇടുന്നതാണ്. 3ാം സ്ഥാനം 3,35,765 തൊട്ടാണ് അഭിഷേകിൻ്റെ മോനെ കിടിലം. അഭിഷേകിൻ്റെ ഒരു 2 ആഴ്ചയായിട്ട് അഭിഷേകിനെ കാണുന്നില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം. ഞാനും കാണുന്നില്ല. BB+ കാണുന്നില്ല. BB+ മാത്രമല്ല മറ്റേ അല്ലാത്ത ടെലികാസ്റ്റിൽ കാണുന്നില്ല. ലൈവിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണുന്നുള്ളൂ. അഭിഷേകിന് എന്ത് പറ്റി? ഫിസിക്കൽ ടാസ്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അഭിഷേക് അവിടെ മല്ലയായി മാറുന്നൊരു കാഴ്ചയാണ്. മല്ലയൊക്കെ മലത്തി അടിക്കും അഭിഷേക് ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇന്ന് അഭിഷേകിൻ്റെ ഫാമിലിയാണ് വരുന്നത്. കൂടാതെ അഭിഷേകിന് ഫാൻസുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. സോ നെക്സ്റ്റ് ഇവിടെ മോനെ അടുത്ത് വേറെ ആരുമല്ല, ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? വന്നില്ലേ മെല്ലെ വന്നില്ലേ, തെന്മൊഴി മാറി നടന്നില്ലേ. ഫസ്റ്റ് 5,22,234 വോട്ടാണ്. ജാസ്മിനുള്ളത് 5,22,000 വോട്ടിനാണ് ജിൻഡോ എന്ന വ്യക്തി ലീഡായിരിക്കുന്നത്. ജാസ്മിൻ ഫാൻസ് കട്ടക്ക് നിന്ന് കഴിഞ്ഞാൽ ജിൻഡോയെ തോൽപ്പിക്കാം. എന്നാൽ ജിൻഡോ ഫാൻസ് കട്ടക്ക് നിന്ന് കഴിഞ്ഞാൽ ഇനി 5,22,234 എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് 6 ലക്ഷം വരെ കൊണ്ടെത്തിക്കാം. കാര്യം ഇനിയും 2 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. സോ ജിൻഡോ ഫാൻസ് എവിടെ? ജിൻഡോ ഫാൻസ് ആണ് ഇനി കാണേണ്ടത്. എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ജിൻഡോ 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 എന്ന് പറഞ്ഞ് ആർമാദിക്കുന്ന ഒരു ലോഡ് ഫാൻസിനാണ് ഞാൻ കാണുന്നത്. ജിൻഡോ ഫാൻസ് കേരളക്കരയൊക്കെ ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ കാണുന്ന ഒരേ ഒരു വ്യക്തി ജിൻഡോ 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 ജിൻഡോ. സോ ഗൈസ്, ജിൻഡോ ഫാൻസ് ആരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ വരിക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ജിൻഡോ എന്ന വ്യക്തി ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രസ്ഥാനമൊന്നുമല്ല, ജിൻഡോ എന്നൊരു വലിയ പ്രസ്ഥാനത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആരും കാണൂല. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ എന്ത് ഊളത്തരയുടെ പറയണമെന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താം. കൂടാതെ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഗൈസ്, നമുക്ക് എന്തായാലും ഞാനൊരു എത്ര മണിക്കായിട്ട് ഞാനൊരു 4 മണിയാകുമ്പോൾ എന്തായാലും വരുന്നതായിരിക്കും. സോ ഗൈസ്, ഇപ്പം മഴയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്ന് വേറെ കാര്യം പറയാൻ പോവുകയാണ്. ഇന്ന് RCB CSK കളിയുണ്ട്. മഴ കാരണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RCB പോകുന്നതായിരിക്കും. ഞാൻ ചെന്നൈ ഫാൻസാണ്, നിങ്ങൾ RCB ഫാൻസാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് ഒരു 18 റണ്ണിന് ജയിക്കണം, 18 ഓവറിൽ ജയിക്കണം എന്നൊരു വൻ തീ പോരാട്ടമാണ് കാണാതിരുന്നത്. പക്ഷേ മഴ എന്നാണ് പറയുന്നത്. മഴയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏത് ടീമാണെന്ന് കമൻറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൂം.